സ്വന്തം മണ്ഡലത്തിനു വേണ്ടി എന്തും ചെയ്യാൻ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ യുവ MLA MR ബൈജു. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൻ്റെ അഭിപ്രായങ്ങൾ മാധ്യമപ്രവർത്തകരിൽ നിന്നും ജനങ്ങളിൽ നിന്നും തേടുകയാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതിൻ്റെ ആ ഒരു വ്യക്തതയിലേക്ക്, അദ്ദേഹത്തിൻ്റെ ആ ഊർജ്ജസ്വലതയിലേക്ക്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യപ്രാപ്തിയിലേക്ക്, അദ്ദേഹത്തിൻ്റെ ആ ഒരു സേവനത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ലൈനുണ്ടല്ലോ, അത് നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ, എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മുൻപോട്ടുള്ള യാത്ര, അതിൻ്റെ ഒരു വിശദീകരണമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരുമായി പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക്. പത്രമാധ്യമ രംഗത്തെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ആദ്യമായിട്ടാണ് ക്രമീകരിക്കുന്നത്. ഇതിലൊരു ഔദ്യോഗിക ഭാഗമൊന്നുമില്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തിന് മുമ്പ് മാധ്യമ രംഗത്തെ പ്രിയപ്പെട്ടവരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു നിയോജക മണ്ഡലത്തിൻ്റെ വിഷയം, ഒരു സർക്കാരിൻ്റെ വിഷയം, ഒരു ജനപ്രതിനിധിയുടെ വിഷയം എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്തകൾ എനിക്കും എൻ്റെ ചിന്തകൾ നിങ്ങൾക്കും പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. ഇന്ന് എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവരെല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം ആദ്യമേ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾക്കറിയാം, നമ്മുടെ ഭൂരിഭാഗം ഇവിടെ ഇരിക്കുന്ന നമ്മൾ കൂടി വന്നിട്ടുള്ള ഭൂരിഭാഗം പേരും ദീർഘകാലമായി നമ്മൾ ആത്മബന്ധമുള്ളവരാണ്. അത് ഓരോ ഘട്ടങ്ങളിലും നിങ്ങൾ ആ പിന്തുണ എനിക്ക് നൽകിയിട്ടുമുണ്ട്. ഒരു ജനപ്രതിനിധിയുടെ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഒരുപക്ഷെ മാധ്യമങ്ങളുടെ സൃഷ്ടി കൂടി ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു വിഷയത്തിൽ ഇടപെടുമ്പോൾ, ഒരു വിഷയം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അത് ജനശ്രദ്ധ കിട്ടേണ്ടതാകണമെങ്കിൽ ഉറപ്പായിട്ടും മാധ്യമ രംഗത്ത് നിൽക്കുന്നവരുടെ പിന്തുണയും സ്നേഹവും താല്പര്യമൊക്കെ ഉണ്ടാകും. അത് ഏത് ദിശയിൽ പോകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. നമ്മൾ കേൾക്കുന്നത് പോലെ ശരിയായിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്ന ലക്ഷ്യങ്ങളെ അത് തിരസ്കരിക്കാനും ജനങ്ങളുടെ മുമ്പിൽ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാനും ഒക്കെ ഒരു പക്ഷേ ഇവിടെ കൂടി നമുക്ക്, അല്ലെങ്കിൽ പത്രത്തിനും മാധ്യമത്തിനും സോഷ്യൽ മീഡിയയ്ക്കുള്ള സ്വാധീനം വളരെ വലുതാണെന്നുള്ള ഒരു സംഗതി കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ 1994 ഒരു സാധാ പ്രവർത്തകനായി, KSUവിൻ്റെ പ്രവർത്തകനായി രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നു. തുടർന്ന് KSUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയായും, തുടർന്ന് സേവാദളിൻ്റെ നിയോജകമണ്ഡലം ഭാരവാഹിയായും, ചീഫ് ഓർഗനൈസറായും, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റായി, അതേ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗമായി 2010-15 കാലയളവിൽ, തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി, അതേ തുടർന്ന് വന്ന 2015-20 തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചുവെങ്കിലും വിജയിക്കാൻ സാധിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ്റെ പാർട്ടിയും മുന്നണിയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിശ്ചയിച്ചപ്പോൾ ആ ഘട്ടം മുതൽ, ആദ്യ ഘട്ടം മുതൽ പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ദൃശ്യമാധ്യമങ്ങളും നൽകിയ പിന്തുണ, അത് ഞാൻ വളരെ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം അതിനോടുള്ള നന്ദി നിങ്ങൾക്കുകയാണ്. നിസ്സാര കാര്യമല്ല. പ്രത്യേകിച്ചും കേരളത്തിലാകമാനം വരുന്ന സ്ഥാനാർത്ഥികളിൽ 140 മണ്ഡലങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുണ്ട്. അതിൽ ഏറ്റവും വലിയ പിന്തുണ എനിക്ക് കിട്ടിയെന്ന് വേണമെങ്കിൽ എനിക്ക് അവകാശപ്പെടും. തീർച്ചയായും അങ്ങനെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പ്രചരണ പരിപാടികൾക്ക് മാധ്യമരംഗത്തുള്ളവർ നൽകിയ പിന്തുണയാണ് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിലേക്കും സാധാരണക്കാരുടെ ഇടയിലേക്കും എന്നെ കൊണ്ടെത്തിച്ചത്. ഇപ്പോൾ ഞാൻ മാത്രമല്ല ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചത്. ഒരുപാട് അതൊരു ഏറ്റവും ലളിതമായിട്ടുള്ള ജീവിതചര്യയുടെ ഭാഗമൊന്നുമല്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്ന് മാധ്യമങ്ങളും സുഹൃത്തുക്കളും സോഷ്യൽ മീഡിയ എല്ലാം കൂടെ പറയുമ്പോൾ അങ്ങനെ ആയിത്തീരുന്നതാണ്. ഇപ്പോൾ പലരും പറയും, ബൈജു വളരെ സിമ്പിളാണ്, എല്ലാവരോടും സ്നേഹമുണ്ട്. പക്ഷേ അത് ഒരു ജനപ്രതിനിധിയായാലും ഒരു സാധാരണക്കാരനായാലും എല്ലാവരുടെയും കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വത്തിൻ്റെയും കടമയുടെയും ഭാഗമാണ്. ഒരു ജനപ്രതിനിധിയായി നിൽക്കുമ്പോൾ അതിൽ തലക്കനവും അല്ലെങ്കിൽ അതിൽ ഞാൻ വലിയ ആളാണെന്ന ഭാവവും അങ്ങനെയൊന്നും പാടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് 3 മാസം പിന്നിട്ടു. നമ്മൾ അതിനു മുമ്പേ തന്നെ
പല പ്രാവശ്യം നമ്മൾ ഇത്തരത്തിലൊരു കൂട്ടായ്മ ക്രമീകരിക്കണമെന്ന് കരുതിയതാണ്. അപ്പോൾ ഞാനും സംസാരിക്കുമ്പോൾ ഇതൊരു പത്രസമ്മേളനമല്ല. ഞാൻ പത്രസമ്മേളനത്തിൻ്റെ ആയിട്ടുള്ള വിഷയങ്ങൾ സൂചിപ്പിച്ചാൽ ചിലപ്പോൾ എനിക്കതിന് മറുപടി പറയാൻ സാധിച്ചു എന്നും വരത്തില്ല. നമ്മുടെ നിയോജക മണ്ഡലത്തിലെ വികസന പ്രക്രിയകളെന്ന് പറയുമ്പോൾ അതൊരു തുടർ പ്രക്രിയ. അത് ഈ കാട്ടാക്കട നിയോജക മണ്ഡലം രൂപീകൃതമാകുമ്പോൾ ആദ്യം ബഹുമാനപ്പെട്ട എൻ ശക്തൻ നമ്മുടെ ഇവിടുത്തെ പാർലമെൻറ്റ് നിയമസഭാ അംഗമായിരുന്നു. അദ്ദേഹം തുടങ്ങി വെച്ച ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോഴും പൂർത്തിയാകാതെ കിടക്കുന്നു. കഴിഞ്ഞ 2 തവണ IB സതീഷ് ഇവിടുത്തെ MLA അദ്ദേഹവും പല കാര്യങ്ങളിലും നല്ല തുടക്കം കുറിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളും നമുക്ക് പൂർത്തീകരിക്കേണ്ടതായി വരുന്നു. അതിനപ്പുറത്തേക്ക് നമുക്ക് പുതിയ കാഴ്ചപ്പാടോടുകൂടി പുതിയ പദ്ധതികൾ നമുക്ക് മണ്ഡലത്തിൽ നടപ്പിലാക്കേണ്ടതുമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ ചർച്ചയിലൂടെ നമുക്ക് ഉരുത്തിരിയുന്ന ആശയങ്ങൾ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അത് എൻ്റെ പ്രതീക്ഷ കൊണ്ട് മാത്രം മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിക്കണമെന്നില്ല. സർക്കാരിൻ്റേതായിട്ടുള്ള നയപരിപാടികളും സർക്കാരിൻ്റേതായിട്ടുള്ള ഇടപെടലുകളും സർക്കാരിൻ്റെ ആശയങ്ങളും ഒരു മുന്നണിയുടെ സംവിധാനങ്ങളും എൻ്റെ പാർട്ടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചിന്തകളും എല്ലാം കൂടിച്ചേരുമ്പോഴായിരിക്കും നമ്മുടെ നാട്ടിൽ വികസനം സാധ്യമാകും. വികസനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കെട്ടിടങ്ങളുടെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള റോഡുകളുടെയും വികസനം മാത്രമല്ലല്ലോ. ബൗദ്ധികമായിട്ടുള്ള തലത്തിൽ നമ്മളെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതിൻ്റെ ഒരു താല്പര്യം ഇടപെടലും അത്തരത്തിൽ അവർക്ക് തൊഴിൽ സാധ്യതയുള്ള പഠന സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടതും അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെയൊക്കെ സ്നേഹത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് പുതിയൊരു ആശയം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഒരു പുതിയ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ലക്ഷ്യമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമവും ദൗത്യവും ഏറ്റെടുക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചുണ്ടാകണമെന്നുള്ളതാണ് വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. പിന്നെ നമുക്ക് തീരുന്നില്ല, നമുക്ക് ഓരോ ഘട്ടം ഘട്ടമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇപ്പോൾ ഒരു ജനപ്രതിനിധി ഞാൻ അല്ലെങ്കിൽ വേറെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാകണമെന്നില്ല. അപ്പോൾ മാധ്യമപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എല്ലാവർക്കും എന്നോട് ഒരുപോലെ സ്നേഹം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇഷ്ടമുള്ളവരെന്ത് ചെയ്യും, നമ്മുടെ ഒരു തെറ്റ് വന്നാൽ ഉടൻ വിളിക്കും, ബൈജു നീ ചെയ്താൽ മറ്റേ ശരിയായില്ല, അതൊന്ന് ക്ലിയർ ചെയ്യണേ, അതിങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, അതൊന്ന് എലാബറേറ്റ് ചെയ്ത് ആൾക്കാരുടെയൊക്കെ എത്തിച്ച് നാലാളുടെ മുമ്പിൽ ഒന്ന് എൻ്റെ പത്രത്തിൽ വന്നത്, എൻ്റെ മീഡിയയിലൂടെ കാണിച്ചത്, എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ചത് ഒന്ന് ഗെറ്റപ്പായി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ മറ്റൊന്ന് നമ്മൾ ചെയ്തത് ശരിയാണെങ്കിൽ ഇനി അവൻ ചെയ്തേ ഇല്ല, അവൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ഇനി ഞാൻ പറഞ്ഞെന്തിന് അവനെ വലുതാക്കുന്നു എന്നുള്ളൊരു ചിന്തയിലൂടെ നമുക്ക് കടന്നു പോവുകയും ചെയ്യാം. ഇതൊക്കെ എന്നെ തിരഞ്ഞെടുത്ത 5 വർഷത്തേക്ക് മാത്രമാണ്. ഞാൻ ആഗ്രഹിച്ചതും 5 വർഷത്തേക്കാണ്. സ്വാഭാവികമായിട്ടും ഒരു ജനപ്രതിനിധി ആകാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. ഒരു സ്ഥാനം കിട്ടുമ്പോൾ കുറച്ചുകൂടെ വലിയ സ്ഥാനം കിട്ടിയാൽ എന്തെന്നുള്ള ആഗ്രഹവും ഉണ്ടാകും. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടുള്ള ഒരിതാണ്. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പരിശോധിച്ചാൽ അറിയാം, കേരളത്തിൽ ഇത്രയധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കും. മറ്റു പാർട്ടികൾ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നത് പോലെ ആയിരിക്കത്തില്ല ഒരുപക്ഷെ എൻ്റെ പാർട്ടി സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത്. ആ അവസരത്തിലൊക്കെ ഒരുപാട് ഘടകങ്ങൾ പരിശോധിച്ചിട്ടാണ് അവരെന്നെ സ്ഥാനാർത്ഥിയാക്കിയത്. അപ്പോൾ ഒരുപാട് മെച്ചപ്പെട്ടവർ എൻ്റെ പ്രസ്ഥാനത്തിനകത്ത് ഞാൻ തന്നെ നോക്കിയിട്ടുണ്ട്. എന്നോടൊപ്പം സംഘടനാ പ്രവർത്തനം തുടങ്ങിയ എന്നേക്കാളും മുതിർന്ന, എന്നേക്കാളും സീനിയറായിട്ടുള്ള എത്രയോ പേർക്ക് അവസരം കിട്ടിയില്ല. ഒരുപക്ഷെ ഞാൻ കരുതിയിരുന്ന, ഞാൻ ഉദാഹരണമായി പറഞ്ഞാൽ VK മണികണ്ഠൻ നായർ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു, തൊട്ടപ്പുറത്ത് മലയങ്കി ഡിവിഷൻ. അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടു. നമ്മളൊന്ന് പ്രതീക്ഷിച്ചപ്പോൾ ഒരുപാട് സ്നേഹവും താല്പര്യമൊക്കെ നൽകിയ ഒരു ജ്യേഷ്ഠ സഹോദരൻ മണികണ്ഠൻ നായർ. അപ്പോൾ അദ്ദേഹം മരണപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ വരുമെന്ന് ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളെല്ലാം കരുതിയത് മണികണ്ഠൻ, ഞാൻ ജില്ലാ പഞ്ചായത്ത്, ഞാൻ KSUയിലൂടെ കടന്നു വരുമ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന നേതാവാണ്, നമുക്കെല്ലാം പ്രിയപ്പെട്ട അദ്ദേഹം ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞങ്ങളെല്ലാവരും അദ്ദേഹം ആകണമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ജില്ലാ പഞ്ചായത്ത് അംഗം ആകാനും കഴിഞ്ഞില്ല, നിയമസഭയിൽ. പക്ഷേ അദ്ദേഹത്തിനേക്കാൾ വളരെ ജൂനിയറായി. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഞാൻ KSUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറി കാട്ടാക്കട ക്രിസ്ത്യൻ. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഇതൊരു ഉദാഹരണമായി താരതമ്യപ്പെടുത്തി. അതുപോലെ എത്ര നേതാക്കൾ എൻ്റെ ചുറ്റുവട്ടത്തും എനിക്ക് മുമ്പേ എന്നേക്കാളും ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ, ഞാൻ അങ്ങനെ എന്നെ പറയുന്നതെന്ന് പറയും, എന്നേക്കാളും ഇപ്പോൾ ഞാൻ വലിയൊരു പ്രവർത്തകനായിരുന്നു എന്നുള്ള നിലയ്ക്ക് എന്നേക്കാളും ഒരുപാട് ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനം നടത്തിയ ഒരുപാട് ബഹുമാനിതർക്ക്, ഒരുപാട് പ്രിയപ്പെട്ടവർക്ക്, ത്യാഗം സഹിച്ചവർക്ക്, പോലീസിൻ്റെ അടികൊണ്ടവർക്ക്,
ജയിലുകളിൽ ഒരുപാട് നാൾ കഴിയേണ്ടി വന്നവർക്ക്, ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചവർക്കൊന്നും ആകാൻ പറ്റാത്ത ഒരു സ്ഥാനത്തിൽ എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളത് ഒരു അഭിമാനമുണ്ട്. പക്ഷേ ഒരിക്കലും ഞാൻ ഈ അഭിമാനത്തെ ഒരിക്കലും അഹങ്കാരമായി കാണുന്നേയില്ല. ഇത് 5 വർഷം കഴിയുമ്പോൾ പോകുമെന്നല്ല, അല്ലെങ്കിൽ 5 വർഷം വരെ മാത്രമേ എനിക്കുള്ള അവസരം. 5 വർഷം കഴിഞ്ഞ് പുതിയ ആളെ പാർട്ടി നിയോഗിക്കും. അത് എന്നെയാണെന്ന് ഒരു ഉറപ്പുമില്ലല്ലോ. ആര് നിശ്ചയിച്ചാലും നമ്മൾ അംഗീകരിക്കണം. അപ്പം 5 വർഷ കാലയളവിൽ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്ന, നമ്മുടെ അടുത്ത് വരുന്നവരോട് സ്നേഹപൂർവ്വവും സൗഹാർദ്ദപരമായും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള ഒരു ശ്രമം ആണ് ഏറ്റെടുക്കുന്നത്. ആ ഒരു സമയത്താണ് എല്ലാവരുടെയും പിന്തുണ ആവശ്യം. ഇപ്പോൾ ഇപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നതോ ഞാൻ ഇടപെടുന്നതോ ആയിരിക്കത്തില്ല എന്നെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു അവസരത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഉദാഹരണമായിട്ട് പറയാം, വിജയസേനാകുമ്പോൾ കുഴപ്പമില്ല, ഉദാഹരണം പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ വിജയസേനാനെ ഞാനിപ്പോൾ എല്ലാ വിഷയങ്ങളും ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോരുത്തർക്കും ഓരോ തിരക്കിലാണ്. ഞാനിപ്പോൾ ജനപ്രതിനിധി ആകുന്നതിന് ജില്ലാ പഞ്ചായത്ത് ആ കാലയളവിൽ ഇപ്പോൾ മത്സരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ എനിക്ക് ഒരുപാട് സമയമുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് എണീറ്റ് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഏൽക്കുന്ന ഉത്തരവാദിത്തങ്ങളോ കാര്യങ്ങൾ ഒഴിച്ചാൽ എനിക്ക് മുഴുവൻ സമയം ഞാൻ ഫ്രീ ആണ്. അപ്പോൾ എനിക്ക് ബൈക്കിൽ തന്നെ ഉപയോഗിക്കാനും, പോകുമ്പോൾ ചന്ദ്രാനെ കണ്ടാലും വിനോദത്തിനെ കണ്ടാലും സൈദാസിനെ കണ്ടാലും നമ്മളെ ശിവയെ ആരെ കണ്ടാലും ഇറങ്ങി നിർത്തി സംസാരിക്കാനും കാര്യങ്ങൾ പറയാനും ഒക്കെ അവസരം ഒരുപാടുണ്ട്. സമയം ഒരുപാടുണ്ടായിരുന്നു. പിന്നീട് ആ സാഹചര്യം പെട്ടെന്ന് മാറി. ഞാൻ ഇത്തരത്തിലൊരു ക്രൂഷ്യലായിട്ടുള്ള സമയമാകുമെന്ന് ഞാനും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇത്രയും ടൈറ്റായിട്ടുള്ളൊരു ഷെഡ്യൂളാകുന്നത്. നേരത്തെ എനിക്ക് ഉത്തരവാദിത്വം ഇല്ലായിരുന്നു അല്ലേ. ഞാൻ ജനപ്രതിനിധി ആയിരം ജില്ലാ പഞ്ചായത്ത് ആ സമയം പോട്ടെ, എല്ലാ സമയത്ത് ഉത്തരവാദിത്വം കൃത്യതയോടുകൂടി ഒരു സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്നില്ലായിരുന്നു. അത് നമ്മൾ സ്വയമേ തീരുമാനിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ഉള്ള സമയം അതല്ല. ഇപ്പം ഒരാളോട് ഒരു സമയം പറഞ്ഞാൽ നമ്മൾ കൃത്യമായി അവിടെ എത്തണം. ഞാൻ ബാധ്യസ്ഥനാണെന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടിയ വിജയം, അല്ലെങ്കിൽ എന്നെ തിരഞ്ഞെടുത്തത് ഈ സമൂഹമാണ് തിരഞ്ഞെടുത്തത്. ഈ സമൂഹത്തിലെ എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാവരുമാണ്. അത് വോട്ട് ചെയ്തവരാര് ചെയ്യാത്തവരാര് എന്നുള്ളതല്ല. ഒരു പൊതുപ്രവർത്തകൻ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ സമൂഹം ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ ഉത്തരവാദിത്വപ്പെട്ട ആളാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം അത് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നതിന് അർത്ഥമില്ല. അപ്പം ഞാൻ സമൂഹത്തിൻ്റെ ആളായി നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് കെട്ടുപാടുകൾ വരും. അതൊക്കെ തെറ്റുകൾ വന്നാൽ അതൊക്കെ ആ ഭാഗത്തിൽ തന്നെ കണ്ട് എല്ലാവരും പൊറുക്കണമെന്നുള്ളതാണ് ആദ്യത്തെ ഒരു അഭ്യർത്ഥന. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഞാനത് പരാതി ഇന്ന് കൊടുത്തു, DYSPക്ക് ഒരു പരാതി കൊടുത്തു. എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചിട്ട് ഒരാൾ വളരെ എമർജൻസി ആയിട്ട് പറയുകയാണ്, ആശുപത്രി കിടക്കുകയാണ്, പെട്ടെന്ന് ഞാൻ ഇത് MR ബൈജുവിൻ്റെ PA ആണ്, 7 ലക്ഷം രൂപ ഇതുവരെ ചിലവായി, ബാക്കി കാശ് പെട്ടെന്ന് അയച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം കേട്ട ആൾക്ക് എന്താണ് പറയുന്നതെന്ന് മനസ്സിലായി. ആ ദാനിയേൽ യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻ്റാണ് വിളിച്ചത്. ആ നമ്പറിൽ വിളിച്ചിട്ട് പെട്ടെന്ന് കാശ് MR ബൈജുവിൻ്റെ PA ആണ്, പൈസ അത് അല്ലെ MR ബൈജു പറയാതെ വിളിക്കുമോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ പേരിൽ കാശ് അതിൻ്റെ ഓഡിയോ ക്ലിപ്പിങ്സ് എനിക്ക് അയച്ചിട്ടുണ്ട്. അത് ചേർത്താണ് പരാതി കൊടുക്കുന്നത്. അപ്പം നമ്മളറിയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യപ്പെടും. നമ്മളറിയുന്നില്ല, പക്ഷേ കാര്യങ്ങൾ ഒരുപാട് ചെയ്യപ്പെടും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ നല്ല കാര്യം ചെയ്യാൻ തീരുമാനിക്കും. അത് കുറച്ച് കഴിയുമ്പോൾ അത് വളരെ നെഗറ്റീവാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഇവിടെ ഷാലു പേയാണ് സോഷ്യൽ മീഡിയയിൽ എനിക്ക് വേണ്ടി ഇടപെട്ട ഒരാൾ, ഒരു കൂട്ടുകാരനാണ്. അപ്പോൾ ഞാനൊരു ദിവസം MLA ഹോസ്റ്റലുള്ളപ്പോഴാണ് ഈ കുട്ടികളെയും കൂട്ടി ഈ അമ്മൂമ്മ അവിടെ വന്നു. എന്നോട് അവർ വരുന്നു എന്ന് ഇരുന്നിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ മോള് മരിച്ചു, എനിക്കിനി ആരുമില്ല, മോളെ ഭർത്താവ് നേരത്തെ ഉപേക്ഷിച്ചു, അതുകൊണ്ട് അവരില്ല. അപ്പോൾ മകൾ മരിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചു. മകൾക്ക് നേരത്തെ സുഖമില്ലായിരുന്നു, ജനലാശുപത്രിയിൽ കിടന്നാണ് മരിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിരുന്നു. ഭർത്താവിൻ്റെ വീട് കൊല്ലത്താണെന്ന് അവരൊന്ന് ബോഡി ആവശ്യപ്പെട്ട് അങ്ങനെ കൊണ്ടുപോയതാണ്. ഭർത്താവ് ആദ്യം ഉപേക്ഷിച്ചു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ 3 കുഞ്ഞുങ്ങൾ വളരെ കൊച്ചു കുട്ടികളാണ്, അവർ വളരെ നിഷ്കളങ്കരായ കുട്ടികൾ. അവർ ചോദിച്ചു വന്നപ്പോൾ തലേ ദിവസം ആ കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു, തലേ ദിവസം അവർ ആ റെയിൽവേ സ്റ്റേഷനിലാണ് കിടന്നത്. അപ്പോൾ ഈ സാഹചര്യം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ വിഷയം, അപ്പോൾ ഇവരെ എങ്ങനെ സഹായിക്കാതെ ഞാൻ പല ഓർഫനേജിലൊക്കെ വിളിച്ചു. അപ്പോൾ പലതും ഒരാഴ്ചയാണെങ്കിൽ കൊള്ളാം, 2 ആഴ്ചയാണെങ്കിൽ നിർത്താം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഷാലു പേരൻ്റെ വിളിച്ചു. ഷാലു പറഞ്ഞു,
അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടി വാങ്ങിയ 5 സ്ഥലമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ വീട് വെച്ച് കൊടുക്കണം. അവിടെ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പുള്ളിക്കാരനെ ഏൽക്കുകയും ചെയ്തു. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഇവരെ വിളിച്ചിങ്ങനെ ഈ കുറച്ച് ദിവസത്തേക്ക് എവിടെയെങ്കിലും താമസിപ്പിക്കണമല്ലോ. അങ്ങനെ താമസിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഈ പലരെയും വിളിക്കുന്ന വിട്ട് നമ്മൾ മലയങ്കീഴ് അനുസരിച്ചു. നമുക്ക് മലയങ്കീഴ് എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ താമസിപ്പിക്കുന്നു. അപ്പോൾ അനുജ ചേച്ചി എൻ്റെ വീടുണ്ട്, നമുക്ക് അവിടെ കിടക്കല്ലേ, ഒരാഴ്ചയ്ക്ക് ഉണ്ടെങ്കിൽ അവിടെ താമസിപ്പിച്ചാൽ മതിയല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, അവരെ നേരെ പോയി നമ്മുടെ ആശുപത്രിയിൽ പോയി മെഡിക്കൽ ചെക്കപ്പ് നടത്തി, കുട്ടികളുടെയും അമ്മയുടെ എല്ലാം മെഡിക്കൽ ചെക്കപ്പ് നടത്തി. അതിനുശേഷം ഈ പോലീസ് സ്റ്റേഷനിൽ പോയി എല്ലാം റെക്കോർഡിക്കലാക്കിയതിന് ശേഷമാണ് ഈ അനുജ ചേച്ചിയുടെ വീട്ടിൽ അവർ താമസിച്ചത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം അപ്പോൾ 4 ദിവസം കഴിഞ്ഞപ്പോൾ അനുജ ചേച്ചി അവിടെ പോയപ്പോൾ ഒരു സ്ത്രീ നിൽക്കുകയാണ്. ആ സ്ത്രീ എന്നറിയാം. അവർ വന്ന ഉടൻ ഇവരെ കാലിൽ തൊട്ട് നിന്ന് ഒരു ബഹളം, അമ്മയാണ് എൻ്റെ പിള്ളേരാണ് സംരക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞ് അവരോട് വലിയ സ്നേഹപ്രകടനം കാണിച്ചു. അപ്പോൾ അമ്മയില്ല, അമ്മ മരിച്ചുപോയി എന്ന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീ എന്നോട് ഇവർ പോകുന്ന സമയത്ത് ഇങ്ങനെ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് പലരും എന്നെ വിളിച്ചു. ആ സ്ത്രീ ജീവിച്ചിരിപ്പുണ്ട്, അമ്മ ജീവിച്ചിരിപ്പുണ്ട്, അവരെ സംരക്ഷിക്കുന്നത് ശരിയല്ല, കള്ളം പറയുകയാണെങ്കിൽ ഞാൻ വിശ്വസിച്ചില്ല. അവർ തന്ന നമ്പറിൽ ഞാൻ വിളിക്കുകയും ചെയ്തു. ഈ മുത്തശ്ശി എന്ന നമ്പറിൽ വിളിക്കുമ്പോൾ പറയുന്നത് എൻ്റെ നമ്പരല്ല, ഇത് ഞാൻ അവരുടെ വീട്ടിൽ താമസിച്ചിരുന്ന ആളാണ്, അപ്പോൾ കുട്ടി മരിച്ചുപോയി, അവരുടെ അമ്മ മരിച്ചുപോയി എന്നൊക്കെ കള്ളം പറയും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി നല്ലത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ അത് നമ്മളെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ നാളുകളിൽ ഉണ്ടായിരുന്നു. നമുക്ക് നല്ലതും ചീത്തയും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചു എന്ന് വരത്തില്ല. നമ്മുടെ അടുത്ത് ഒരാൾ വന്നൊരു വിഷമം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ നമ്മൾ അപ്പോഴും ചെയ്തു കൊടുക്കും. കുറച്ച് കഴിഞ്ഞ് വേറെ ആരെങ്കിലും വഴിയാണ് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കും. ഈ വരുന്നവരെല്ലാവരും എൻ്റെ പാർട്ടിക്കാരൊന്നുമല്ല എൻ്റെ അടുത്ത് വരുന്നത്. എല്ലാ പാർട്ടിയിലും പെട്ടവരും, പാർട്ടിയും ജാതിയും മതവും നോക്കിയും നമുക്ക് ആരെയും സഹായിക്കാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടി നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. നമുക്ക് കാട്ടാക്കട നിയോജകമുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ പ്രധാനപ്പെട്ട പറഞ്ഞ ഒരു വിഷയം, നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഇന്ന് ഓപ്പറേഷൻ സുബാൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ശക്തമായിട്ടുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മയക്കുമരുന്നിൻ്റെ വ്യാപനം തടയുന്നതിന് വേണ്ടി ചെറുപ്പക്കാരുടെ കായികപരമായിട്ടുള്ള കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തും എന്ന് ഞാൻ പറഞ്ഞു. ഇതും ഇനിയും ആവർത്തിക്കുകയാണ്. ഞാൻ പല മേഖലകളിലും ഒരു ദേശീയ നിലവാരത്തിലുള്ള സ്പോർട്സിന് ഗ്രൗണ്ട് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വസ്തു പഞ്ചായത്തുകളുമായി സംസാരിച്ച് ചില മേഖലകളിൽ തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് തരുന്നവർക്ക് ഏറ്റവും നല്ല നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം നമ്മളവിടെ നിർമ്മിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കായികപരമായിട്ടുള്ള കഴിവുകൾ കുട്ടികൾക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നടപടികൾ നമ്മൾ നടത്തും. നമ്മൾ ഈ അധ്യയന വർഷം തുടങ്ങുമ്പോൾ തന്നെ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികളെയൊക്കെ നമ്മൾ അനുമോദിച്ചു. അത് നമ്മൾ ഇനി ആവർത്തിക്കും. അത് ആവർത്തിക്കുക മാത്രമല്ല, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സിവിൽ സർവീസ് പരിശീലനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ പോകും. അതിനു മുമ്പ് തന്നെ PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിൽ ഒരു വീട്ടിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെങ്കിലും ഉണ്ടാകുന്ന രീതിയിൽ കുട്ടികളുടെ പഠനത്തിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം, പ്രത്യേകിച്ചും 10ാം ക്ലാസ് കഴിയുന്ന കുട്ടികൾ, അതുവരെയുള്ള കുട്ടികളെ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ വിജയിക്കുന്നവരെ നമ്മൾ നല്ല പരിശീലനം കൊടുത്താൽ അവർക്ക് സിവിൽ സർവീസിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തിയാൽ ഉറപ്പായിട്ടും അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നമുക്ക് അത്തരത്തിലുള്ള നേട്ടമുണ്ടാക്കാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നിർമ്മാണ പ്രവർത്തനങ്ങളും നമ്മുടെ നിയോജകമണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളും അത് നമ്മുടെ കൂട്ടായിട്ടുള്ള ചർച്ചയിൽ, നമ്മുടെ ഇന്ന് വരുന്ന കൂട്ടായിട്ടുള്ള ചർച്ചയിൽ നമ്മൾ പറയുന്ന വിഷയങ്ങളും അതിനപ്പുറത്തേക്ക് വിവിധ പഞ്ചായത്തുകൾ പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ അവരുമായി കൂടിയാലോചിച്ചുകൊണ്ട് നമ്മളൊരു വികസന രേഖയുണ്ടാക്കി അതിൻ്റെ പിൻബലത്തിൽ നമ്മൾ മുന്നോട്ട് പോകും. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് വന്നത്. പിന്നെ നമ്മുടെ ഓണം അത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നല്ല, ഏറ്റവും സന്തോഷമുള്ള, ഒരു ദുഃഖവും വരാത്ത, നമ്മുടെ പല മേഖലകളിലും ഇപ്പോൾ പ്രളയമൊക്കെ തൊട്ടപ്പുറത്ത് വന്നു പോയി. നമ്മൾ ഒരു കാലത്ത് കൊറോണ വന്നു, നമ്മളെല്ലാവരും അടച്ചിട്ട മുറിയിൽ നിന്നു. പക്ഷേ അതെല്ലാം മാറി ഏറ്റവും നല്ല സന്തോഷകരമായിട്ടുള്ളത്, ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മളെ പിരിഞ്ഞുപോയ ഒരുപാട് പേരുണ്ടാവാം. അവരുടെ ദുഃഖമൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ള ഒരു ഓണം കൂടി ആശംസിക്കുകയാണ്. നമസ്കാരം. ഇത്തരം സാമൂഹിക പ്രവർത്തകർ ഇനിയും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു യുവ പൊതുപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു.
മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടാൻ പറ്റും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.